മുത്തശ്ശിയും സംഗീതയും കൂടി രാവിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. രണ്ടുപേരും ഇറങ്ങുമ്പോഴേക്കും അഞ്ജന ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടുപേരും രാവിലെ കുളിച്ചിറങ്ങി എങ്ങോട്ടാ? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാ, നീ കൂടി വരുന്നോ? ഏയ് ഞാനെങ്ങും ഇല്ല. മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഐശ്വര്യം വേണം. ഒരു വീടിന് ഐശ്വര്യം ഒരു പെൺകുട്ടിയാ. ആ കുട്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിൽ കയറുകയും അമ്പലത്തിൽ പോകുകയൊക്കെ വേണം. ഇങ്ങനെ നടന്നാൽ പോരാ. നാളെ നീ ഒരു ഭാര്യയാകും. അപ്പോൾ ഇതെല്ലാം നീ അനുഷ്ഠിച്ചു പോരേണ്ടതാ. നമ്മുടെ കുടുംബത്തെ പാരമ്പര്യമായിട്ട് ഇതെല്ലാം അനുഷ്ഠിച്ചു പോരുന്ന കലകളാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കങ്ങ് വയ്യ മുത്തശ്ശി, രാവിലെ എണീച്ച് കുളിക്കാൻ. അപ്പോൾ നീ ഇതുവരെ കുളിച്ചില്ലേ? ഇല്ല. മര്യാദയ്ക്ക് പോയി കുളിച്ചോ, ഇല്ലെങ്കിൽ തല്ലു മേടിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജന മുകളിലേക്ക് കയറി പോകാൻ ഭവാനി ചോദിക്കുകയാണ്, എടി ആ തലയുടെ മനസ്സിൽ കയറി പറ്റണമെങ്കിലേ ഇങ്ങനത്തെ ചില കുറുക്കൊഴികളൊക്കെ വേണം. അടുക്കളയിൽ കയറി പാചകം ചെയ്യണം, പൂജാമുറിൽ കയറി പ്രാർത്ഥിക്കണം, രാവിലെ എണീച്ച് കുളിക്കണം. ഇതെല്ലാം ചെയ്യേണ്ടതാ. അല്ലാതെ ഇങ്ങനെ നടന്നാലേ ഒന്നും നടക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ അജയനെ വന്ന് കല്യാണം കഴിക്കേ. അതിനുശേഷം പിന്നെ നീ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. അവൻ കിട്ടുന്ന ഒരു താലി നിന്റെ കഴുത്തിൽ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാമേ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പറ്റണം. അജയുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ, ഈ കൊട്ടാരം, അത് മാത്രം നീ ഓർത്താൽ മതി. വേറൊന്നും നീ ഓർക്കണ്ട. അങ്ങേർക്കാണെങ്കിലോ വേറെ സ്വത്തുക്കളോ മറ്റോ ഒന്നുമില്ല നിന്റെ വല്യച്ഛന്. പിന്നെ ഉള്ളത് നമ്മളാ. ആ വല്യച്ഛൻ്റെയും ഈ പങ്കും അതുപോലെ തന്നെ അജയുടെ പങ്കും കൂടി നമുക്ക് കിട്ടിയാലേ പിന്നെ നമ്മളായിരിക്കും ഇവിടുത്തെ രാജാവ്. നീ മറന്നിട്ടില്ലല്ലോ. ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞ സ്വത്തുക്കൾ ഒന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് ഇത് മാത്രമാണ്. ഇത് നമ്മുടെ കൈവിട്ട് പോകാൻ പാടില്ല. നീ പുറത്തേക്ക് വിവാഹം കഴിച്ചു പോയാൽ നമുക്കൊന്നും കിട്ടില്ല. പകരം അജയാണ് നിന്നെ കല്യാണം കഴിക്കുന്നെങ്കിൽ ഈ സ്വത്തിൻ്റെ പാതിയും നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ അങ്ങേറെ ആ സത്യനാഥൻ്റെ സ്വത്തുക്കൾ കൂടി അങ്ങേറെ കാലശേഷം എൻ്റെ മോളുടെ കയ്യിലിരിക്കും എന്ന് പറയാണ്. അമ്മ ശരിയാ, ഞാൻ നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? ഇങ്ങനെ നോക്കിയാൽ പോരാ. എങ്ങനെയെങ്കിലും ആ അജന മനസ്സിൽ കയറിപ്പറ്റാൻ നോക്ക്. ആ തള്ളയുടെയാണ് ആദ്യം. ഭൂമിയും രാവിലെ എഴുന്നേറ്റ് കുളിക്കുകയാണ് കേട്ടോ. അന്ന് നമ്മുടെ ഭൂമിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ആ ബർത്ത്ഡേ ദിവസം ആഘോഷിക്കാനാണ് മുത്തശ്ശിയും കൂടി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്, അതായത് അഭിരാമിയുടെ. അങ്ങനെ മുത്തശ്ശി പോയത് അതേ സമയത്ത് തന്നെ നമ്മുടെ ഭൂമിയും വീട്ടിൽ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഭൂമി, ഇന്ന് വന്നൊരു പിറന്നാൾ ദിവസമല്ലേ? നീ അമ്പലത്തിലേക്ക് എല്ലാ വർഷവും പോകുന്നതല്ലേ? നീ ഇന്ന് പോകുന്നില്ലേ? എങ്ങനെ പോകാനാ ചേച്ചി? എല്ലാ വർഷവും എൻ്റെ കൂടെ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടാവും. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് പോവാറ്. അമ്പലത്തിലേക്ക് പോയി വഴിപാടൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് നല്ലൊരു സദ്യയൊക്കെ വെച്ച് വൈകുന്നേരം കേക്ക് മുറിക്കും. ഞങ്ങളുടെ പ്രധാന ആഘോഷമായിരുന്നു അത്. എൻ്റെ അച്ഛനമ്മയും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് അവരും ഇപ്പോൾ എല്ലാം പോയില്ലേ. അമ്മ ജയിലിൽ, അച്ഛൻ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ എന്തിനാഘോഷിക്കാനാ? എവിടെ പോകാനാ? ഒന്നുമില്ല. ഈശ്വരന്മാരോട് പോലും എനിക്കിപ്പോൾ യാതൊരു അടുപ്പവുമില്ല. അവരുകൂടി എന്നെ ചതിച്ചില്ലേ? എൻ്റെ അച്ഛനെ എന്നിൽ നിന്ന് പറിച്ചെടുത്തില്ലേ? എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തുമാത്രം ഞാൻ ഓടിയതാ. എന്നിട്ട് അതൊന്നും ഇല്ലാതായില്ലേ? ഒരു നിമിഷം കൊണ്ടെല്ലാം പൊലിഞ്ഞു പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി മോളെ. എന്തായാലും ഇന്ന ദിവസം മോള് പോയി പ്രാർത്ഥിക്കണം. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അമ്പലത്തിൽ തന്നെ പോയി പ്രാർത്ഥിക്കണം. എങ്കിലേ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. അതുമാത്രമല്ല, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ? ദൈവത്തിൻ്റെ സഹായം കൂടി മോക്ക് വേണം എന്നൊക്കെ പറയാണ്. ഇല്ല ചേച്ചി, എനിക്കതിന് കഴിയും തോന്നില്ല. ഇപ്പം ഞാൻ കടയിലേക്ക് വരുന്നത് തന്നെ അമ്മയെ പുറത്തിറക്കാനുള്ള കാശിന് വേണ്ടിയാ. അല്ലാതെ ഞാൻ എവിടെ പോകാനാ പണത്തിന്? അച്ഛന് ചികിത്സയ്ക്ക് തന്നെ എന്തുമാത്രം കാശായെന്ന് ചേച്ചിക്ക് അറിയാലോ. ഇപ്പം ആ കട മാത്രമാണ് ഏക വരുമാനം. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എങ്ങനെ അമ്മ ഇറക്കാനാവുമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് അവൾ പറയാണ്. അങ്ങനെ മീനാക്ഷിയും ഇങ്ങനെ പോകാൻ ഇറങ്ങുമ്പോഴേക്കും പിന്നിൽ നിന്നും മോളേന്ന് വിളി പോലെ തോന്നിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അച്ഛൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഓർമ്മയിലാണ് കേട്ടോ, സ്വപ്നത്തിലാണ്. മോളെ ഭൂമി, നിന്റെ പിറന്നാൾ എവിടെ വെച്ചാണെങ്കിലും അച്ഛനമ്മയ്ക്ക് ഓർമ്മയുണ്ട്. നിന്റെ അമ്മയും ഇന്ന് ജയിലിൽ കിടന്ന് ഓർക്കുന്നുണ്ടായിരിക്കും നിന്റെ പിറന്നാൾ ദിവസം. അതുപോലെ ഞാനും ആഘോഷിക്കും എൻ്റെ മനസ്സിൽ. നീയും പോകണം അമ്പലത്തിൽ. എല്ലാ പ്രാവശ്യത്തെയും പോലെ വഴിപാട് കഴിക്കണം. എനിക്കും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയും മോള് പുറത്തിറക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനുള്ള എല്ലാ വഴികളും ദൈവം നിന്റെ മുമ്പിൽ കാണിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അച്ഛനത്ര നേരത്തെ പോകേണ്ടി വന്നത് ദൈവത്തിൻ്റെ വിധിയാ മോളെ. അങ്ങനെ കരുതിയാൽ മതി. എൻ്റെ മോക്ക് അച്ഛൻ്റെ പിറന്നാൾ ആശംസകൾ എന്നും പറഞ്ഞ് നെറ്റിക്കൽ ഉമ്മ കൊടുക്കുന്ന പോലെ അവൾക്ക് തോന്നുകയാണ്. മീനാക്ഷി പറയുന്നുണ്ട്, ഭൂമി പോകാം. എന്താ, അച്ഛൻ വന്നാലോ തോന്നിയോ? അതെ, അച്ഛൻ വന്ന് എനിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞു.
നീ ഏറ്റവും ഈ ലോകത്ത് സ്നേഹിച്ചിരുന്ന ആളല്ലേ നിന്നെയും. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അച്ചേട്ടൻ ഈ ലോകത്തൊന്നും ഇവിടെ പറഞ്ഞു പോയില്ല. നിന്റെ കൂടെ തന്നെ നിനക്ക് തുണയായിട്ട് എപ്പോഴും കാണും. നിനക്കൊരാപത്തും വരാതെ അദ്ദേഹം നോക്കിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഭൂമിയെ കൂട്ടിക്കൊണ്ട് നേരെ കടയിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അങ്ങനെ കടയിലേക്ക് ചെന്ന് രണ്ടുപേരുടെ കടയൊക്കെ തുറക്കുന്നുണ്ട്. ഇനി ഭൂമി പോയിക്കോ അമ്പലത്തിലേക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി സ്കൂട്ടി എടുത്തുകൊണ്ട് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ഇതേ ദിവസം തന്നെയാണല്ലോ നമ്മുടെ അഭിരാമിയുടെ ബർത്ത് ഡേറ്റ്. അപ്പം ഈ നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു ദിവസമാണ്. അതിനുശേഷം അച്ഛൻ ഇങ്ങനെ അന്വേഷിച്ചാണല്ലോ ഭൂമിയുടെ ഡേറ്റൊക്കെ അറിഞ്ഞത്. അതുപോലെ തന്നെ അതേ ദിവസമായിരുന്നു അഭിരാമിയുടെ ബർത്ത്ഡേയും. അതും ഇവർക്കറിയാം. ശരിക്കും ബർത്ത്ഡേ എന്ന് വെച്ചാൽ നാളെ നോക്കിയുള്ള ബർത്ത്ഡേ ആണ്, ഇംഗ്ലീഷ് മാസമല്ല. രണ്ട് കൂട്ടരും നാളെ നോക്കിയാണ് അച്യുതൻ്റെ കയ്യിൽ കിട്ടിയ ദിവസമാണ് അച്യുതൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അഭിരാമിയുടെ വീട്ടുകാർ, അതായത് മുത്തശ്ശിയൊക്കെ ആണെങ്കിലോ നാളെ നോക്കിയും. രണ്ടും ഒരേ ദിവസം തന്നെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യം ഇംഗ്ലീഷ് മാസവും മലയാള ദിവസവും ഒരേ ദിവസം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കോയിൻസിഡൻ്റ് ഉണ്ടായത്. അങ്ങനെ അഭിരാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവരും വന്നിരിക്കുകയാണ്. സത്യനാണെങ്കിലോ ഈ ദിവസം അവിടെ ഇരുന്ന് നല്ല മദ്യപാനാണ്. തൻ്റെ മോളെ കാണാതെ പോയല്ലോ. ഇന്നവളുടെ നാളെ ദിവസമാണ്. അവളുണ്ടായിരുന്നെങ്കിൽ ആഘോഷമായിട്ട് ഈ ബർത്ത്ഡേ ഞാൻ അടിച്ചു പൊളിച്ചാനെ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് സംഗീതയും മുത്തശ്ശിയും കൂടി നേരെ അമ്പലത്തിലേക്ക് വരുന്നത്. അവിടെ വന്ന് പൂജാരിയോട് അഭിരാമിയുടെ പിറന്നാൾ ദിവസമാണ്, അവൾക്ക് വേണ്ടി സ്പെഷ്യലായി പൂജയും വഴിപാടൊക്കെ കഴിക്കണം, എവരുണ്ടെങ്കിലും എൻ്റെ മോള് തിരികെ വരണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഉള്ളൊരുക്കി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സംഗീതം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ മോൾ എവിടെ നിന്നാണെങ്കിലും എത്രയും പെട്ടെന്ന് ഞങ്ങളെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രാർത്ഥിക്കുമ്പം കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഭൂമിനെയാണ്. ആഹാ, ഭൂമി മോളെ എന്ന് വിളിച്ച് സംഗീത വരുമ്പോഴേക്കും എന്താ ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. എന്താ രാവിലെ രണ്ടൊരു അമ്പലത്തിലെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ അഭിരാമി മോളുടെ പിറന്നാൾ ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. മോളെന്താ ഇവിടെ? ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസമാണ് എന്ന് പറയാണ്. ആഹാ, കൊള്ളാലോ, രണ്ടുപേരെയും ഒരേ ദിവസമാണോ? അതെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ അനുസരിച്ച് അഭിരാമി മോളുടെ പിറന്നാളാണ് ഇന്ന്, ഡേറ്റ് വേറെ ദിവസമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും രണ്ടും ഒരേ ദിവസം തന്നെ സംഭവിച്ചല്ലോ എന്ന് സംഗീത പറയുന്നുണ്ട്. ഭൂമിയുടെ മുഖത്ത് ആകെപ്പാടെ വിഷാദം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു ചിരിയോ ഒന്നുമില്ല. സംഗീത അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ സാരമില്ല, നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞു, പോയവരെക്കുറിച്ച് ഓർത്തിട്ട് ഇനി ഒരു പ്രയോജനമില്ല. എങ്ങനെയെങ്കിലും മോളുടെ അമ്മയെ പുറത്തിറക്കണം. ഞങ്ങൾ അവനോടും പറഞ്ഞു, അജയോട്, എങ്ങനെയെങ്കിലും അംബികയെ പുറത്തിറക്കണമെന്ന്. മോളെ പേടിക്കണ്ട, അവൻ എങ്ങനെയെങ്കിലും മോളുടെ അമ്മയെ പുറത്തിറക്കിയിരിക്കും. മോളുടെ അമ്മ നിരപരാധിയാണെങ്കിൽ ഒരിക്കലും മോളുടെ അമ്മ ജയിലിൽ കിടക്കേണ്ടി വരില്ല. ആ ഒരു ഉറപ്പ് അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വഴിപാടൊക്കെ കഴിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പം അതെ, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി അമ്പലത്തിലേക്ക് വരുമായിരുന്നു. ശേഷം ഒരു സദ്യ, പിന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, പിന്നെ അത്താഴത്തിന് വീട്ടിലൊന്നിച്ചു കൂടി കേക്ക് മുറിക്കും. അങ്ങനെ വളരെ ആഘോഷവും സന്തോഷമായിരുന്നു ഞങ്ങളുടെ കൊച്ചു ലോകമായിരുന്നത്. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തട്ട് തെറിപ്പിച്ച് തകർന്ന് തരിപ്പണമായി പോയില്ല ആൻറ്റി എന്നും പറയുമ്പോഴേക്കും ഭൂമിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ട്. മുത്തശ്ശി വന്നിട്ട്, പോട്ടെ മോളെ, സാരമില്ല, മോളുടെ വിഷമം കാണുമ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം കൊണ്ട് എല്ലാം അസ്തമിച്ചല്ലോ ഈശ്വര, ഇങ്ങനൊരു പരീക്ഷണം നീ ആർക്കും കൊടുക്കല്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശിയും തേങ്ങി കരയുന്നുണ്ട്. ഭൂമി അപ്പോൾ അവളുടെ നാള് പറഞ്ഞ് പൂജിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അശ്വതി നാളെന്ന് പറയുന്നുണ്ട്. ആ നാള് കേൾക്കുമ്പം പറയാണ്, ഞങ്ങളുടെ അഭിരാമി മോളുടെ നാളും അശ്വതിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്യുതൻ എങ്ങനെയാണ് ഈ നാളും ബർത്ത്ഡേറ്റും ഒക്കെ അറിഞ്ഞെന്നുള്ള കാര്യം പിന്നീടാണ് അത് റിവീൽ ചെയ്യുന്നത്. അതിനുശേഷം ഭൂമിയും പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് മുത്തശ്ശിക്കും കൊടുത്തതിന് ശേഷം ഞാനെങ്കിൽ കടയിലേക്ക് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൾ പോന്ന് കാണുമ്പോഴേക്കും ഇവർക്ക് വലിയ സങ്കടമാണ് കേട്ടോ. ആ കുട്ടീനെ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിലേക്കൊന്ന് വിളിക്കണ്ടേ അമ്മേ, വീട്ടിലേക്ക് വിളിച്ച് ഒന്ന് സദ്യ കൊടുക്കണം, അതിൻ്റെ മനസ്സൊന്ന് നിറയട്ടെ. ഇന്ന് തന്നെ ആയാലോ? അത് വേണ്ട, ആ കുട്ടി ആകെപ്പാടെ മനസ്സ് തകർന്നിരിക്കുക, സൽക്കാരത്തിലൊന്നും മനസ്സ് അവളുടെ നിൽക്കില്ല. നമ്മൾ ഒന്നുകൂടി വിളിച്ചാൽ അവൾക്ക് ഒന്നുകൂടി സങ്കടാവത്തേ ഉള്ളായിരിക്കും, വേണ്ട അത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംഗീതയും മുത്തശ്ശിയും കൂടി പൂജാരോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അഭിരാമിയെക്കുറിച്ച് എന്തെങ്കിലും ഉൾവിളി ഉണ്ടായോ തിരുമേനി? അവളെ കാണാനായിട്ട് നീക്ക് 10-20 വർഷമായി, ഇതുവരേക്കും തേങ്ങിയാ ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. ഇനിയെങ്കിലും
ഞങ്ങളുടെ മോളെ ഞങ്ങൾക്കൊന്ന് കാണാനൊക്കുമോ എന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ മോള് നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്, എത്രയും പെട്ടെന്ന് അവൾ നിങ്ങളുടെ അരികിലേക്ക് എത്തും എന്ന് പറയാണ്. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തിൻ്റെ ദാസൻ മാത്രമാണ്, അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രാർത്ഥന കൊണ്ട് അവൾ നിങ്ങളുടെ അരികിലേക്ക് തന്നെ എത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് മുത്തശ്ശിയും സംഗീതയും കൂടി അവിടെ ഒരു മരത്തണലിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചും തന്നെ ഭൂമിയാണ് കേട്ടോ. ഭൂമിയെ കാണുമ്പം എനിക്കെൻ്റെ അഭിരാമി മോളെ പോലെ തോന്നും. കുഞ്ഞുനാളിലുള്ള ആ ഒരു ഷേപ്പൊക്കെ ഭൂമിക്കുണ്ടല്ലേ? അതെ, ഞാൻ ചില സമയത്ത് ഓർക്കും അഭിരാമി മോളുടെ അതേ കണ്ണുകളാ ആ കുട്ടിക്കും എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, വിധി ഇങ്ങനായി പോയില്ലേ. നമ്മളുടെ കുട്ടിയായിട്ട് ജീവിക്കേണ്ട കുട്ടിയായിരുന്നു, പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ അഭിരാമി മോളിപ്പോൾ എവിടെയാണെന്ന് ആർക്കറിയാം? അഭിരാമി മാത്രമോ അവളുടെ അമ്മയോ എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. എൻ്റെ ഈശ്വര, ഇത്രയും പോലീസുകാരും ഇത്രയും പണവും പ്രതാപമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ രണ്ടുപേരെക്കുറിച്ച് ഒരറിവും ഇല്ലല്ലോ, അവരെ അന്വേഷിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ഇരുന്ന ഒരു സന്യാസിനെ വന്ന് അവിടെ ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ മുഴുകിങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവരെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി എഴുന്നേറ്റ് അവർ അരികിലേക്ക് ചെല്ലാണ്. അവർ നല്ല സന്യസിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പം അവരിൽ പ്രത്യേക ഒരു വിശ്വാസം മുത്തശ്ശിക്ക് വരുന്നുണ്ട്. മുത്തശ്ശി പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലെ തേക്കമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് സന്യാസിനി ഇങ്ങോട്ട് പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് എന്തോ ഒന്ന് കളഞ്ഞു പോയില്ലേ? കളഞ്ഞു പോയി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. 10-20 വർഷമായില്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട്? നിങ്ങളുടെ കൊച്ചുമോളെയും അതുപോലെ നിങ്ങളുടെ മകൻ്റെ ഭാര്യയും അല്ലേ എന്ന് ചോദിക്കുമ്പം അതെ എന്ന് പറയുന്നുണ്ട്. ആശ്ചര്യത്തോടു കൂടി അവർ പറയാണ്, അതെ, അവരെവിടെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കുറേ കാലമായി അന്വേഷിക്കുന്നു, എങ്ങനെ പോയി എവിടെ പോയി ഒന്നും അറിയില്ല, ഒരു വിവരവും ഇല്ല. എൻ്റെ മകനാണെങ്കിലോ മദ്യപിച്ച് അവൻ്റെ ജീവിതം തകർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇന്നേ ദിവസം നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന ദിവസമോ? ഇന്ന് ഞങ്ങൾ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളല്ലോ. ആ, മിക്കവാറും ദിവസം നിങ്ങൾ ആ കുട്ടിയെ കാണാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. പക്ഷേ വിധി വേറെയാ. അവൾക്ക് വേറെ അച്ഛനും അമ്മ ഇപ്പോഴും അവളെ മറ്റാൾ എടുത്തു വളർത്തിയതാ എന്നൊക്കെ പറയുമ്പം ഇവർക്ക് സംശയമാവാണ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് ക്ലിയറായി പറയാവോ? അതാരാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കിതിനെക്കാട്ടിലപ്പുറം ഒന്നും പറയാൻ കഴിയില്ല. എല്ലാം ഞാൻ കാണുന്നുണ്ട്. അവള് നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. അരികിൽ നിന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന്, കൃത്യം പറഞ്ഞ 30 ദിവസത്തിനുള്ളിൽ തന്നെ അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കും. ഞങ്ങളുടെ വീട്ടിലേക്കോ? അതെ, 30 ദിവസത്തിനുള്ളിൽ ആ പെൺകുട്ടി വലതുകാലം വെച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സമാധാനിക്കുക. നിങ്ങൾ ഇത്രയും കാലം വിളിച്ച വിളിയെല്ലാം ഈശ്വരൻ കേട്ടു എന്ന് കരുതിയാൽ മതി. അപ്പോൾ എൻ്റെ മരുമകളോ എൻ്റെ മകൻ്റെ ഭാര്യ, അയാൾ വരാൻ കുറേ കൂടെ താമസമുണ്ട്. എങ്ങനെ പോയാലും ഒരു 9-10 മാസം താമസം ഉണ്ടാവും ആ ഒരു വരവിനായിട്ട്. കാത്തിരിക്കുക. ഇത്രയും കൊല്ലം കാത്തിരുന്നില്ലേ, കുറച്ചുകൂടെ കാത്തിരിക്കുക. പക്ഷേ നിങ്ങളുടെ കൊച്ചുമകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ തന്നെ എത്തും. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അവൾ. പക്ഷെ നിങ്ങൾ അവളെ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. അവൾ നിങ്ങളോട് ചേർന്ന് തന്നെ നടക്കുന്നുണ്ട് എപ്പോഴും. നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് അവൾ. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. അവളും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ ചെറിയ വികൃതികളാണ്. സമയമാകുമ്പം എല്ലാം മനസ്സിലായിക്കോളും എന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് അവർ കണ്ണുകൾ അടയ്ക്കുന്നുണ്ട്. എന്തേലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് പിന്നെ മുത്തശ്ശൊന്നും ചോദിക്കാതെ തിരിഞ്ഞു നിന്ന് സംഗീതർ പറയുന്നുണ്ട്, എങ്കിലും നമ്മളൊന്ന് ആരോടൊക്കെ സംസാരിച്ചു? അത് പിന്നെ അഞ്ജനോട് സംസാരിച്ചില്ലേ? ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പരിചയത്തിലുള്ള 1-2 പെൺകുട്ടികളെയും കണ്ടായിരുന്നല്ലോ. അതുപോലെ അഞ്ജനയുടെ ഭവാനിയുടെ സുഹൃത്തായ ആ സ്ത്രീയുടെ മക്കളെ കണ്ടു. അങ്ങനെ കുറേ പേരെ നമ്മളൊന്ന് കണ്ടില്ലേ? പിന്നെ ഭൂമിയെ, അങ്ങനെ ഒത്തിരി പേരെ. എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി പോയല്ലോ മോളെ. നമ്മൾ ആ കണ്ടതിൽ അത്രയും പെൺകുട്ടികളിൽ ആരായിരിക്കും? 10-12 പേരെ നമ്മൾ കണ്ടില്ലേ വരുന്ന വഴിക്കും അല്ലാതെ? അതിലാരായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഭൂമിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ഭൂമി എങ്ങനെ ആവാനാ? അച്യുതൻ്റെയും അംബികയുടെയും മകളല്ലേ ഭൂമി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാ, പക്ഷെ അവർ പറഞ്ഞത് മോൾ നീ കേട്ടില്ലേ? ആരോ നമ്മുടെ മകളെ കൊണ്ട് എടുത്തു വളർത്തിയെന്ന്. അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. ആരായിരിക്കും നമ്മുടെ കൂടെ തന്നെയുള്ള ആ പെൺകുട്ടി എന്ന് മുത്തശ്ശി ആലോചിക്കുകയാണ്.
എന്തായാലും നമ്മുടെ മകള് 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് അവർ പറഞ്ഞത് കേട്ടില്ലേ? അത് തന്നെ വലിയൊരു ആശ്വാസമായി. അപ്പം രണ്ടുപേരും ജീവനോടുണ്ടല്ലേ എന്ന് പറയാണ്. അതെ, അത് കേട്ടപ്പം എനിക്ക് ഒത്തിരി ആശ്വാസമായി അമ്മേ. എന്തായാലും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പം നമ്മുടെ മനസ്സിന് ചെറിയ കുളിർമയാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നേരെ പോകുന്നത് സത്യൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ സത്യവനാണെങ്കിൽ മദ്യവെച്ചിരിക്കുകയായിരിക്കും. മുത്തശ്ശിയെ കണ്ടുടനെ എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. വേണ്ട, ഒന്നും നീ മാറ്റണ്ട, നീ കുടിച്ചു മരിക്ക്, നിനക്ക് അതാണല്ലേ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദേ നിന്റെ മകൾക്ക് വേണ്ടി കഴിപ്പിച്ച പ്രസാദമാണ് എന്ന് പറയുന്നുണ്ട്. ഈ അവസ്ഥയിൽ നീ തൊടണ്ട. പിന്നെ അവിടെ വെച്ചൊരു സന്യാസിനിയെ കണ്ടു. 30 ദിവസത്തിനകം നമ്മുടെ മകള് നമ്മുടെ അടുത്തേക്ക് വരുമെന്നാ അവർ പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മുടെ മകളെ ആരും എടുത്തു വളർത്തുന്ന പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ആ കുട്ടി ഉണ്ടെന്നും പറയുന്നുണ്ട്. അതാരാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ലോടാ എന്ന് പറയാണ്. എൻ്റെ അമ്മേ, അങ്ങനെയൊക്കെ പലതും ഇരുന്ന് പറയും. നമ്മുടെ നിന്ന് കാശ് മേടിക്കാനാ, അതൊന്നും അമ്മ വിശ്വസിക്കേണ്ട. അല്ലടാ, ഇവർ കാശൊന്നും മേടിച്ചില്ല, അത്രമാത്രം പറഞ്ഞുള്ളൂ. എല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ അവർ കേട്ട് കാണും. എന്നിട്ട് അത് വെച്ച് അവർ നമ്പർ ഇറക്കുന്നതല്ല എൻ്റെ അമ്മ അതൊക്കെ വിശ്വസിക്കുകയാണോ? പിന്നെ നിന്റെ ഭാര്യയും തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അതിന് 10 മാസം 11 മാസം കഴിഞ്ഞിട്ടുള്ളെന്നാ അവർ പറഞ്ഞത്. അമ്മയൊന്നും വിശ്വസിക്കാൻ നിൽക്കേണ്ട, പലതും പറയട്ടെ. പിന്നെ അവൾ വരുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണെന്ന് കരുതിയാൽ മതി എന്ന് പറയാണ്. ദേ ഇരിക്കുന്ന പ്രസാദം വേണമെങ്കിൽ എടുത്ത് തേക്ക്. ഈ ഇതൊക്കെ ഒന്ന് മാറ്റി കുളിച്ച് വേഷം മാറട്ടെ മതി. പിന്നെ ഉച്ച കഴിഞ്ഞൊരു സദ്യ വെക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ നിനക്ക് വന്നൊന്ന് കൂടിയേക്ക്. ഈ കോലത്തിൽ വരണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. മുത്തശ്ശി സംഗീതയും കൂടി നേരെ അവരുടെ സൗഭാഗ്യമംഗലത്തിലേക്ക് ചെല്ലാണ്. അവിടെ നിന്ന് വലിയ സദ്യ തന്നെ അവരൊരുക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സത്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ സദ്യയൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്താണ് കേട്ടോ. അഭിരാമിയുടെ കുഞ്ഞുനാളിലെ ആ ഒരു ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുന്നത് കേട്ടോ. നമ്മുടെ മോൾ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. സത്യൻ പറയുന്നുണ്ട്. അതെ, എൻ്റെ മോൾ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്ന അറിഞ്ഞാൽ മതി, എൻ്റെ ഭാര്യയും എന്ന് പറയാണ്. അജയ് ഓഫീസിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഭൂമിയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് അജയ് കാണുന്നുണ്ട്. അജയ്ക്കും അത് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ അജയ് നേരെ ഓഫീസിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും സംഗീത വിളിക്കുന്നുണ്ട്. ഇതുപോലെ സദ്യ റെഡിയാണ്, വന്ന് കഴിച്ചിട്ട് പോയെന്ന് പറയാണ്. ഡ്യൂട്ടി തിരക്കാന്ന് പറയുമ്പം ഒന്ന് വന്നിട്ട് പോടാ എന്ന് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ അജയ് അവിടെ നേരെ സൗഭാഗ്യമംഗലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പം വളരെ വിഭവസമൃദ്ധമായ സദ്യ ആയിരിക്കും. അങ്ങനെ അയാളും അജയും സദ്യ കഴിക്കുന്നുണ്ട്. പോകാനിറങ്ങുമ്പോഴേക്കും ആരും കാണാതെ സംഗീത ഒരു കെറ്റിലോണ്ട് കൊടുക്കുകയാണ്. എന്താ അമ്മ ഇത് ഭൂമിമോക്ക് ഒന്ന് കൊടുക്കുവോ? ഭൂമിക്കോ? എന്തിന്? അത് പിന്നെ ഇന്ന് അവളുടെയും പിറന്നാളാ. ഭൂമിയുടെയോ? അതെ, അച്ഛനമ്മയും ഇല്ലാതെ ആദ്യത്തെ പിറന്നാളാ അവളുടെ ജീവിതത്തിലെ. അത് മാത്രമല്ല, അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അമ്മയാണെങ്കിലോ ജയിലില്. രാവിലെ ആ കുട്ടി അമ്പലത്തിലേക്ക് വന്നിരുന്നു, അവളുടെ പിറന്നാളാന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ആഘോഷിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ മോനത് കൊടുക്കുവോ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, ഞാനങ്ങനെ കൊണ്ടു കൊടുക്കാനാ? ഞാനൊരു പോലീസുകാരനാ. അവളുടെ അടുത്ത് പോയി ഞാനങ്ങനെ കൊടുക്കും? മോനെ, അങ്ങനൊന്നും കരുതണ്ട പ്ലീസ്. അവളുടെ പിറന്നാളല്ലേ, ഇവിടുന്ന് ആരെല്ലാം കൊണ്ടുപോയാലേ ആ ഭവാനി അഞ്ജനയൊക്കെ അറിഞ്ഞാൽ പിന്നെ വലിയ വിഷയമാക്കും. മുത്തശ്ശി അറിഞ്ഞിട്ടാ മോൻ ഒന്ന് കൊണ്ട് കൊടുക്കുവോ എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ ചുവന്നുകൊണ്ട് ഞാൻ നാണക്കേട് എന്ന് പറയുമ്പോഴേക്കും ഒരു കവറിലാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോനല്ലേ പ്ലീസ് എന്ന് പറയാണ്. അമ്മയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് അജയ് നേരെ പോകുന്നുണ്ട്. കടയുടെ വാതിക്കലേക്ക് വണ്ടി നിർത്താണ്. എന്നിട്ട് കടക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ സാർ, എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. ഒന്നും വേണ്ട, ഇത് അമ്മ തന്നുവിടാൻ പറഞ്ഞതാ. എന്താ സാർ ഇത്? സദ്യ എങ്ങാണ്ട. ഇന്ന് അഭിരാമിയുടെ പിറന്നാളാ. നിന്റെയും പിറന്നാളാന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ട് അമ്മ തന്നയച്ചതാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് സദ്യ മീനാക്ഷിക്കും ഭൂമിക്കായിട്ട് കൊടുക്കുകയാണേ. ഇത് കാണുമ്പോഴേക്കും ഭൂമിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഒന്നും മിണ്ടാതെ അജയ് പോകാനൊരുങ്ങുമ്പം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാണ്. താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് നേരെ ഓഫീസിലേക്ക് പോകണുണ്ട്. ഭൂമിയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയും ആ മുത്തശ്ശിയും ഇന്ന് തന്നെ അവിടെ വെച്ച് കണ്ടിരുന്നു. അമ്പലത്തിൽ വെച്ച് അവപ്പം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പിറന്നാളാണെന്ന്. അതുകൊണ്ടായിരിക്കും അവർ സദ്യ കൊടുത്തയച്ചത് എന്ന് പറയാണ്. ഉച്ചയ്ക്കങ്ങനെ ഭൂമിയും ആ സദ്യ കഴിക്കുന്നുണ്ട്. അവളുടെ പിറന്നാൾ ഒരുക്കിയ ആ സദ്യ അവൾ തന്നെ കഴിക്കാൻ കേട്ടോ. ആദ്യമായിട്ട് അവൾക്ക് അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞൊക്കെ ആണേലും അറിയാതെയൊക്കെ ആണേലും അവളും ആ പിറന്നാൾ ഇത് കഴിക്കാൻ കേട്ടോ. അങ്ങനെ അജയ് ആണെങ്കിലോ ജനലിൽ കൂടെ ഭൂമിയെ നോക്കുമ്പം അവൾ വളരെ ഹാപ്പി ആയിട്ട് ആ സദ്യ കഴിക്കുന്നത് കാണുന്നുണ്ട്.
അത് കാണുമ്പം അജയ്ക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോഴേക്ക് സംഗീത അജയെ കോൾ ചെയ്യുന്നുണ്ട്. മോനെ നീ അവൾക്ക് കൊടുത്തോ അമ്മേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി കഴിച്ചോ? ആ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നീ നോക്കിയില്ലേ? പിന്നെ അവൾ കഴിക്കാൻ നോക്കി നിൽക്കലല്ലേ എൻ്റെ പണി, അമ്മയെന്ന് വെച്ച് എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഭൂമിക്ക് തോന്നിയ ആ ഒരു സംശയം അജയ്ക്കും തോന്നാണ്. അവൾ പറഞ്ഞത് ശരിയാ, ഒരു സ്ത്രീക്ക് എന്തായാലും 10 സെന്റിമീറ്റർ ആഴത്തില് അത്ര ശക്തിക്ക് അങ്ങനെ കുത്താൻ കഴിയില്ല. അതും അച്യുതന്റെയും അംബികയുടെയും പൊക്കം വെച്ചിട്ട് ആ ഒരു ലെവലില് കുത്താൻ ഒരിക്കലും സാധിക്കില്ല എന്നിങ്ങനെ അജയ് അത് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിന് പുരുഷൻ തന്നെ ചെയ്തതാണെന്ന് അജയ് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ മാറി മാറി അജയ് പരിശോധിക്കുന്നുണ്ട്. ഈ മദ്യപിച്ചു എന്ന് പറഞ്ഞതാണ് അജയ്ക്ക് വലിയ സംശയം. ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാര്യത്തെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് അജയ് തീരുമാനിക്കുകയാണ്. ഫോണിന്റെ കാര്യത്തെപ്പറ്റി ഭൂമി അജയ് വിളിച്ചു ചോദിക്കുമ്പം ഇതുപോലെ ഭൂമി മൊത്തം ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി, അത് കമ്പനിയിൽ കൊടുത്ത് ശരിയാക്കണം, കുറച്ച് താമസമുണ്ടെന്ന് അയാൾ പറഞ്ഞു എന്ന് പറയാണ്. ആ ഒരു ഫോൺ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടിയേനെ. അതും നിസ്സാരം, അതും ഭൂമിയുടെ അച്ഛനാണെങ്കിലോ അങ്ങനൊരു കത്തെഴുതി വെച്ചിരുന്ന സാഹചര്യത്തിൽ ആരോ ഒരാൾ അച്ഛനെ പിന്തുടർന്നിരുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അങ്ങനെയാകുമ്പം ഫോൺ കോളോ റെക്കോർഡിങ്സോ എന്തെങ്കിലും ഒന്ന് കിട്ടിയേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു വിവരം അജയ് ആണെങ്കിലോ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പം പറയാണ്. സത്യനോട് പറയുന്നുണ്ട് അവർ അച്ഛൻ്റെ ഒരു ഫോൺ കിട്ടി, അതിൽ എന്തെങ്കിലും ഒരു തെളിവ് കാണാതിരിക്കില്ല, പക്ഷെ ആ ഫോൺ ആകപ്പാടെ നശിച്ചു പോയി, അത് കമ്പനിയിലേക്ക് ചെക്ക് ചെയ്യാൻ അയച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഭവാനി അത് കേട്ട് ഒന്ന് പേടിക്കുകയാണ്. എന്നിട്ട് ഭവാനി ഓർക്കുന്നുണ്ട് ഇതുവരെ അയാളൊരു കോള് ചെയ്യുവോ മെസ്സേജ് അയക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുപോലെ കമലാണെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ തങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് ഭവാനി കരുതുന്നുണ്ട്. അജയ് പറയാണ് ആ ഫോൺ കിട്ടിയതെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ഒന്ന് നോക്കായിരുന്നു. എടാ മോനെ, ഒരു തെളിവുകളും ഒരു പഴുതുകളും വിട്ട് കളയരുത്. നമുക്ക് വേണ്ടി ഈശ്വരൻ എന്തെങ്കിലും ഒരു തെളിവ് ഏതൊരു കേസിലും വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലൊരു തുമ്പ് ഈ കേസിലും കാണും. അതുകൊണ്ട് മോൻ എല്ലാ പഴുതുകളും ചെകഞ്ഞു നോക്കണം കേട്ടോ എന്ന് പറയുമ്പം ശരി അമ്മാവ എന്ന് പറയുന്നുണ്ട്. ഭൂമിയുടെ കേസിൽ പ്രത്യേകിച്ച് മുത്തശ്ശി പറയുന്നുണ്ട് മോനെ, ആ പാവം പെൺകുട്ടി ഇപ്പോഴും ആ ചായക്കട തന്നിരിക്കുന്നത് അവളുടെ അമ്മയെ രക്ഷപ്പെടുത്താനാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മോൻ അതിനുവേണ്ടി പരിശ്രമിക്കണം കേട്ടോ. ഞാൻ പരിശ്രമിക്കുന്നുണ്ട് മുത്തശ്ശി എന്ന് പറയാണ്. അല്ല, ഇന്നലെ ആ കുട്ടിയുടെ പിറന്നാളായിരുന്നു. അത് കേട്ടപ്പം എനിക്ക് ഒരുപാട് സങ്കടമായി. അപ്പോഴേക്കും ഭവാനി ഞെട്ടിലോട് കൂടിയിട്ട് മുത്തശ്ശിയെ നോക്കുകയാണ്. എന്നിട്ടുള്ള മനസ്സിലോർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതിയത് ശരിയാ, അത് ശരിക്കും ആ സത്യൻ്റെ മകൾ തന്നെയാ. അവളുടെ പിറന്നാളും സെയിം ഡേറ്റ് ആണല്ലോ എന്ന് ഓർക്കാണ്. എന്നിട്ട് ഓർക്കുന്നുണ്ട് അച്ഛന് ഞാൻ ആ ഡേറ്റ് പറഞ്ഞു കൊടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ അയാൾ അറിഞ്ഞത് എന്ന് ഓർക്കാണ് കേട്ടോ. അപ്പം അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ അതെങ്ങനെയാണ് അറിഞ്ഞെന്നുള്ള കാര്യം നമ്മൾ റിവീൽ ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.